ഏറ്റവും ഹൈലൈറ്റ് ചോദ്യം ഔട്ട്ഫിറ്റ് സൂപ്പറായി. എല്ലാവരും ഒന്ന് കണ്ടോ? എനിക്ക് ഇപ്പോഴും അവൻ അനിയനാണ്. ഇപ്പോഴും ഞാൻ അവരുടെ അടുത്ത് എന്താ പരിപാടി എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. നിങ്ങളോടൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ അവരോട് ചോദിക്കാറുള്ളൂ, എന്ത് പരിപാടി ഇടുന്നുണ്ടെന്നും ഒക്കെ. ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകളിൽ ഒരാൾ ജിസാണ്. അപ്പോൾ എന്റെ ഓരോ വിജയവും ജിസിന് സ്പെഷ്യൽ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അത് ജിസിന്റെ എക്സൈറ്റ്മെന്റിൽ എനിക്ക് മനസ്സിലായി. പിന്നെ ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഞാൻ ഇപ്പൊ കെട്ടിയോളെന്റെ മാലാക ചെയ്ത സമയത്ത് തങ്കം എനിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള അവസരം തന്നു. നല്ല വയറ് വേണം എന്ന് പറഞ്ഞാണ് തങ്കം കഥ പറയാൻ തുടങ്ങിയത്. ഈ സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. ഇപ്പൊ ആ സിനിമയില് ആ ഷർട്ട് ഇല്ലാതെ നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞേട്ടാ ഇങ്ങനെയൊക്കെ ബോഡി കാണിക്കണോ? എന്റെ അടുത്ത് തങ്കം ആദ്യം പറഞ്ഞതാണ്, ആ സീനിൽ ഷർട്ട് ഇല്ലാണ്ട് നിൽക്കുമ്പോ ഒരു കോഴിയെ ഗ്രില്ല് ചെയ്യായിട്ട് ഓടിയിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടു. നല്ല വയറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമ അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ക്യാരക്ടേഴ്സ് രണ്ടുപേരുടെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സുരാജ് ചേട്ടനോട് ചോദിക്കുക പ്ലീസ്. കുറെ നാള് തമാശകൾ ചെയ്തു, പിന്നീട് കുറെ കൂടെ സീരിയസ് ആയിട്ട് കഥാപാത്രം ചെയ്തു. അപ്പൊ വീണ്ടും നാച്ചുറൽ ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ഒരു കഥാപാത്രം ചെയ്തു. ശരിക്കും പ്രേക്ഷകര് താങ്കളുടെ കഥാപാത്രത്തെ കാണുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു നോക്കുന്ന ഒരു വ്യക്തിയെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ആ വ്യക്തി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേപോലത്തെ കഥാപാത്രം ചെയ്യാനാണ് ഇവിടെ താല്പര്യം. എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ കയ്യിൽ വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കെട്ടിയുള്ള ആളന്റെ മാലാക കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഞാൻ നോട്ട് തൊട്ടതാണ്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഒന്ന് കഥ പറഞ്ഞു. 1 അല്ല 2 3 കഥ പറഞ്ഞു. അതില് പിന്നെ അതിങ്ങനെ വൈകി എന്തായാലും അത് തിയേറ്ററിലേക്ക് എത്തി. ഒരുപാട് സന്തോഷം. കഥ പറഞ്ഞപ്പോൾ ഒരുപാട് ചിരിച്ചതാണ്. ഇത് ഒരു റിയൽ ലൈഫ് സ്റ്റോറി കൂടിയാണ്. പിന്നെ ഇത്തരത്തിലൊരു സിനിമയുടെ ഈ ഒരു വൻ വിജയമായി തീർന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാത്തരം വേഷങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് മാത്രമല്ല, അങ്ങനെ നല്ല നല്ല കഥാപാത്രങ്ങൾ എൻ്റെ കയ്യിൽ വരട്ടെ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റട്ടെ. എൻട്രി അടിപൊളിയായിരുന്നു. വിക്രം സാറ്, SJ സൂര്യ, അങ്ങനെ വലിയ കിടിലൻ താര നിരകളോടൊപ്പം സ്ക്രീൻ ഷെയറിംഗ് കിട്ടി. അതൊരു മഹാഭാഗ്യം. വീര ധീര ശൂര അതിന്റെ ഷൂട്ടിംഗ് തീർന്നിട്ടില്ല. നല്ല എക്സ്പീരിയൻസ് ആണ്. അരുൺകുമാറാണ് അതിന്റെ സംവിധാനം. അറിയാലോ, നമ്മുടെ സിദ്ധയുടെയൊക്കെ അതിന്റെയൊക്കെ തീർച്ചയായിട്ടും അതിന് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ് അങ്ങനെ തമിഴിലും അന്യഭാഷയിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ അതിന് കറക്റ്റായിട്ട് ഒരു അവസരം കിട്ടിയത് ഇപ്പോഴായിരുന്നു. അത് മാക്സിമം നിങ്ങൾക്ക് ഒരു തരത്തിലും മോശം വരാതെ മാക്സിമം എൻ്റെ എല്ലാ എഫേർട്ടും ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അത് നമ്മള് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ചെയ്ത സിനിമയാണ്. അങ്ങനെ തിയേറ്ററിൽ നീ പറഞ്ഞ പ്രഷറിൽ നിന്ന് പടം കഴിയുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയാ, നമ്മള് പ്രതീക്ഷിച്ചതിനപ്പുറം ഒരു വലിയൊരു ഹാപ്പിനെസ് തന്നെയാണ് കിട്ടുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മളിപ്പോ ആ സിനിമ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് അടിപൊളിയായിരുന്നു. മലയാള സിനിമ എപ്പോഴും എക്സ്പെരിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ, ഒരു ഇൻഡസ്ട്രിയാണ്. ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ ഒന്ന് വ്യത്യസ്തമായിട്ട് എത്രത്തോളം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതുപോലും അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ് ഐഡന്റിഫൈ ചെയ്തു. ഇതുപോലത്തുള്ള സിനിമകൾ ചെയ്യാനാണ് താല്പര്യം. എല്ലാത്തരം സിനിമകളും ചെയ്യാനാണ് താല്പര്യം. അപ്പോ ഇതിപ്പോ തങ്കച്ചേട്ടൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആഗ്രഹിച്ച് ചെയ്ത സിനിമയാണ്. അല്ല, അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. 100% സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എണ്ണ കൂടിയത് എന്റെ കയ്യിൽ നിന്നും പറ്റിയിട്ടുണ്ട്. പല സമയത്തും അത് ഡബിങ്ങിലൊക്കെ എണ്ണം കുറച്ചിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ആനിമൽ ഇറങ്ങിയത്. ആനിമൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പപ്പ 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 എന്നുള്ളത് എണ്ണി വന്നു. അല്ല നാസന്റെ അടുത്ത് നിൽക്കാൻ ബോസ് അങ്ങനെ കുറച്ച് കുറയ്ക്കാം. അത് സംസാരിച്ച് ആ ഫ്ലോ വന്ന് കിട്ടിയപ്പോ ആ ബോസ് എന്നുള്ള വിളിയിൽ ഒരു സുഖമുണ്ട്. എനിക്ക് ആ സുഖം ഇതിന് മുന്നേ കിട്ടിയത് മച്ചാനെ എന്നുള്ള വിളിയിലാണ്. ഞാൻ ആ വിളിയായിരുന്നു എല്ലാവരെയും വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ തിയേറ്റേഴ്സിന് ഇറങ്ങുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ട്രെൻഡ് ആണ്. ഞാൻ തിയേറ്റർ വിസിറ്റ്സിന് പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോസ് കൂട്ടുകാരാ എന്ന് വിളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ വിളിയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മള് സിനിമയില് പേര് ചോദിക്കാൻ രണ്ടുപേരും മറന്നു പോകുന്നത് ആ വിളി കാരണമാണ്. തിയേറ്ററിൽ നിന്ന് മരുന്ന് ഇറങ്ങിയപ്പോൾ കാണാൻ ഇടയുണ്ട്. കണ്ണൊക്കെ തമ്മിൽ വളരെ ഇമോഷണൽ ആയിട്ട് കാണാൻ ഇടയുണ്ട്. പ്രേക്ഷകർ ഒരുപാട് നാളുകൂടി ആ നിൽക്കാൻ വിളിച്ച് ചേർത്ത് പിടിക്കുന്നുണ്ടാകുന്ന ഫീലിംഗ് ഇതിനു മുമ്പായിട്ട് തലവിൽ ഇതേപോലെ ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അതിന് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും ഉണ്ട് അതില്. കാര്യം ഈ സിനിമയ്ക്ക് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു നിർമ്മാതാവുണ്ട്, അദ്ദേഹം മുടക്കിയ പൈസയുണ്ട്, ഒരു പുതിയ സംവിധായകന്റെ സ്വപ്നങ്ങളുണ്ട്, ഒരു വലിയ ഹിറ്റിന് ശേഷം രണ്ടാമത് സിനിമ ചെയ്യുന്ന ഒരു തിരക്കഥാകൃത്തുണ്ട്, ആദ്യമായി ഒന്നിക്കുന്ന 2 സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെ ആഗ്രഹമാണ് ഈ സിനിമയ്ക്ക് നല്ലത് വരിക, നല്ലത് സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ അത് സംഭവിക്കുന്നതിപ്പോ ഉണ്ടാവുന്ന ഇമോഷനാണ് അതെല്ലാം. മിസ്റ്റർ ക്യൂ ചോദിക്കാൻ പറ്റി. അത് പുള്ളിയുടെ തന്നെ ചോദിക്കണം, എനിക്കറിയില്ല. അങ്ങനെ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ അഭിപ്രായമല്ലേ, പുള്ളിയുടെ തന്നെ ചോദിക്കണം. ഇപ്പൊ നമ്മുടെ വയനാട് നടന്ന ഒരു സംഭവം വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നാഷണൽ ഡിസാസ്റ്റർ തന്നെയാണ്. അപ്പൊ അതിനുശേഷം ഇറങ്ങുന്ന മലയാള സിനിമകളിലെ ഒരു സിനിമയാണ് അയ്യോ. അപ്പം ഇത്തരത്തിൽ സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിനോദങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെച്ച ഒരുപാട് ആളുകൾ ഇപ്പൊ ആ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് ആ ഒരു ഡീലിലേക്ക് ആക്കുകയാണ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. അതിനെപ്പറ്റി ഇനി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളിപ്പോ ജീവിതത്തിൽ അതിന് വ്യക്തിമായവർക്കും ഇനിയൊരു ജീവിതമുണ്ട്, അവര് മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കൂടെയുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ പട്ടാളക്കാർ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അത് അവിടെ തീരുന്നില്ല. നമ്മളെപ്പോഴും അവരുടെ കൂടെയുണ്ട്. എന്താവശ്യം വന്നാലും നമ്മളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതവും. അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളിപ്പോ സിനിമ ഷൂട്ട് ചെയ്തു, ഇതിന്റെ ഫുൾ പണികളും തീർത്ത് നമ്മൾ 2-ാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഒരു ദിവസം മുന്നെയാണ് ഇത് സംഭവിക്കുന്നതും. അപ്പൊ തന്നെ നമ്മളെല്ലാവരും സിനിമാ സംഘടന എല്ലാവരും ഒറ്റക്കെട്ടായി റിലീസുകൾ മാറ്റിവെച്ചു. അതൊരിക്കലും ആള് കുറയും എന്ന് ഓർത്തിട്ടല്ല, നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. അത് ആശയവും അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പൊ നമുക്കിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നിർമ്മാതാവിന് ചെലവായ പൈസ മുഴുവൻ അവിടെ ബ്ലോക്കായി കിടക്കുന്നു എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ ഇനിയും ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ ഒരാൾ മുന്നോട്ട് വരണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് തുടങ്ങിയതിനു ശേഷം നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ റിലീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. വളരെ മിതമായ രീതിയിൽ ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സിനിമയിലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ മിനിമലായ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ആളുകളെ ക്ഷണിക്കുന്നതിനും ഈ സിനിമയെ പറ്റി പറയുന്നതിനും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അപ്പോഴെല്ലാം നമുക്കുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലാണ്. ഈ സിനിമ ഇറങ്ങി കണ്ടു കഴിയുന്നവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും ഒരു സിനിമ എപ്പോഴും വിജയിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റി കൂടിയാണ്. അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പല സമയത്തും പല ആളുകളും ഇതിന് ലാഗ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടും നമ്മളൊന്ന് ടെൻഷൻ ആവുമ്പോൾ തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അത്രയും മനോഹരമായിരുന്നു. നമ്മൾ നേരിട്ട് കാണുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതും ഇപ്പൊ നിങ്ങളെല്ലാവരും റിവ്യൂസ് ഇട്ടതും എല്ലാം അത്തരത്തിലുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയ്ക്ക് ആഗ്രഹിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം, സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് സംഭവിച്ചത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകളും ഡെയിലി നമ്മൾ ന്യൂസിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, നമുക്കും ട്രോമയുടെ
ഒരു വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ സിനിമ അതിജീവനത്തിന്റെ കഥയാണ്. അപ്പോൾ അതിൽ നിന്നും ഫുൾ ടൈം നമ്മളെല്ലാവരും ഈ ടി വിയിലൂടെ ഈ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കുറെ കഴിയുമ്പോൾ നമുക്ക് ബാധിച്ച പോലെ തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ കറക്റ്റ് ടൈം വന്നപ്പോൾ തന്നെയാണ് നമ്മുടെ സിനിമ റിലീസാക്കിയതും. ഈ സിനിമയിൽ ഒരു അതിജീവനത്തിന്റെ കഥയാണ്. ഇപ്പോൾ എന്താ, നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. അത് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. താങ്ക് യു. ഈ മലയാള സിനിമയുടെ ഫസ്റ്റ് ഹാഫിന്റെ സക്സസ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. അഡിയോസ് അമീഗോസ് ഔട്ട്ഫിറ്റിലേക്ക് വരാനുള്ളത് ഇവനെ കണ്ടല്ലേ നമ്മളും പഠിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ ടീമുണ്ട്. ഇപ്പൊ ഒരുപാട് സന്തോഷം. ഇത് വിക്രം സാർ ഇതുപോലെ പറഞ്ഞു, ഔട്ട്ഫിറ്റ്സ് സൂപ്പർ നൈസ്. ഇതേ സാധനം തന്നെ അന്നിട്ടത്. താങ്ക് യു. ആസിഫിക്കോടൊപ്പം ഒരു സിനിമ അഭിനയിച്ചിട്ട് കുറെ നാളായിട്ട് അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അഭിനയിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇതില് ത്രൂ ഔട്ട് നിങ്ങൾ ഒരുമിച്ചാണ്. അപ്പൊ ഇനി ഒരു ആസിഫിക്കോടൊപ്പം അഭിനയിക്കാനായിട്ട് വരുവാണെങ്കിലുള്ള റിയാക്ഷൻ അപ്പൊ അഡ്വാൻസ് ഒന്നും വാങ്ങിക്കട്ടെ. പറയാൻ വരുമ്പോ തന്നെ ഇത് ആസിഫുമായിട്ടാണ് അഡ്വാൻസ് ഈ ഡേറ്റ് പറ എന്ന് പറയാം. മാറാതിരിക്കാനാണ് അഡ്വാൻസ് കേട്ടോ. കാര്യം എന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റിക്കരുത്. ആദ്യം അഡ്വാൻസ് എന്നെ ബ്ലോക്ക് ചെയ്യും. റെഡി. എല്ലാവരും പറയുന്നത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ആ കോമ്പിനേഷനിൽ ഇത്രയും ഒരു ഹിറ്റ് സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും അത് സംഭവിക്കട്ടെ. ഞാൻ റെഡിയാണ്. പിടിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ രാവിലെ തന്നെ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വെച്ചതിലും നിങ്ങൾ എല്ലാവരും എത്തിയതിലും ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇത്രയും ആക്റ്റീവായിട്ട് കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം. എപ്പോഴും ഈ ചിരി എന്നെ കാണുമ്പോഴും ഞങ്ങളെ കാണുമ്പോഴും നിങ്ങളുടെ മുഖത്ത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമ ഇനിയും അർഹിക്കുന്ന ഒരു വലിയ വിജയമുണ്ട്. അതിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കൂടെ സഹായം വേണം. ഇപ്പോൾ ഉറപ്പായിട്ടും ഓൺലൈൻ മീഡിയ എന്നുള്ള രീതിയിലും TV മീഡിയ എന്നുള്ള രീതിയിലും എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. എന്റെ അപ്പ എന്നോട് ചോദിച്ചിരുന്നില്ല. അനിയനിപ്പം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. സുരേഷ് ഏട്ടനോട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അത് ഇറങ്ങാനുണ്ട്. ഞങ്ങള് പ്രൊഫഷണൽ വൈസ് അല്ലെങ്കിൽ സിനിമ കാര്യങ്ങൾ ചർച്ച ചെയ്യലില്ല. ഞങ്ങൾ തമ്മിൽ കാണും. എനിക്ക് ഇപ്പോഴും അവൻ അനിയനാണ്. ഇപ്പോഴും ഞാൻ അവരുടെ അടുത്ത് എന്താ പരിപാടി എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. നിങ്ങളോടൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ അവരോട് ചോദിക്കാറുള്ളൂ. അപ്പൊ ഓക്കെ, താങ്ക് യു. അല്ല, എന്നോട് ചോദിക്കാറുണ്ട്, അവിടെ കാണാറുണ്ടോ? അപ്പൊ താങ്ക് യു. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ചോദ്യം, ഔട്ട്ഫിറ്റ് സൂപ്പർ. എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. താങ്ക് യു. ശരി, എനിക്ക് തൃപ്തിയാണ്. Thank you.